ഒരു മിണ്ടാപ്രാണിക്ക് വേണ്ടി ഒരു സഹോദരി അയച്ചു തന്ന എന്താ പറയേണ്ടത് മനസ്സിൽ തട്ടുന്ന അനുഭവം. ബഹുമാനപ്പെട്ട ശ്രീകാന്ത് സാർ, താങ്കൾ ത്രിമധുരത്തിലൂടെ പറയുന്ന ഓരോരുത്തരുടെയും അനുഭവങ്ങൾ, കൃഷ്ണഭഗവാന്റെ കാരുണ്യത്തിൽ കൈവരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഭഗവാൻ എനിക്കും ഇതുപോലെ പറഞ്ഞു കേൾപ്പിക്കാൻ അനുഭവങ്ങളൊന്നും തരുന്നില്ലല്ലോ എന്ന്. എന്നാൽ ഈയിടെ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവം ഞാൻ പറയട്ടെ. സാർ, എൻ്റെ പേര് സുധാ സുനിൽ എന്നാണ് കേട്ടോ. ഞാൻ ത്രിമധുരത്തിലെ ഒരു പുതിയ അംഗമാണ്. എൻ്റെ വീട് കൊച്ചിയിലെ പള്ളുരുത്തിയിലാണ്. ഞാൻ അത്ര വലിയ കൃഷ്ണഭക്തിയൊന്നും അല്ലായിരുന്നു. ദിവസവും കൃഷ്ണനാമം ജപിക്കുമെന്നല്ലാതെ എനിക്ക് കൃഷ്ണനെ അത്രയ്ക്കൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ ത്രിമധുരം കേട്ടു തുടങ്ങിയതിൽ പിന്നെ കൃഷ്ണനാണ് എനിക്കെല്ലാം കേട്ടോ. ഇനി ഞാൻ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാം. അത് പക്ഷേ ഞാൻ ഓമനിച്ചു വളർത്തുന്ന നായക്കുട്ടിയുടെ മേലാണ് ഭഗവാന്റെ അനുഗ്രഹം എനിക്കായിട്ട് തന്നത്. ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ എൻ്റെ ഗുരുവായൂരപ്പനെ കാണാൻ ഗുരുവായൂർ ഓടി വരാറുണ്ട് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ നവംബർ മാസം ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഗുരുവായൂർക്ക് വന്നു. അന്ന് ഞാൻ എൻ്റെ വഴിപാടായി ഭഗവാന്റെ ആടി എണ്ണ വാങ്ങി. എന്നാൽ എണ്ണ വാങ്ങുവാൻ എൻ്റെ കയ്യിൽ കുപ്പിയൊന്നുമില്ലായിരുന്നു. പിന്നെ അവിടുത്തെ ഷോപ്പിൽ നിന്നും ഒരു ഡപ്പി വാങ്ങി. പ്ലാസ്റ്റിക് ആയിരുന്നു. എന്നാൽ കുറച്ച് പൊട്ടിയതാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ പാൽപ്പായസത്തിൻ്റെ ക്യൂവിൽ നിന്നപ്പോൾ എൻ്റെ ചേച്ചിയാണ് എണ്ണ വാങ്ങിയത്. എന്നാൽ അത് പൊട്ടിയതായിരുന്നു എന്ന് ഞങ്ങൾ രണ്ടാളും അറിഞ്ഞില്ല. പോരാനുള്ള തിരക്കിൽ വേഗം തന്നെ ഡപ്പി ഒരു കവറിൽ പൊതിഞ്ഞ് ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചു. ട്രെയിൻ വന്നപ്പോൾ ഞങ്ങൾ വേഗം കയറി പോരുകയും ചെയ്തു. എന്നാൽ കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് എൻ്റെ ബാഗ് എല്ലാം എണ്ണ വീണ് നനഞ്ഞത് ഞാൻ അറിയുന്നത്. പെട്ടെന്ന് തന്നെ കുപ്പി മറ്റൊരു കവറിൽ പൊതിഞ്ഞു പിടിച്ചു. വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ എണ്ണ ഒരു കുറച്ച് മാത്രമേ ബാലൻസ് ഉള്ളൂ. എൻ്റെ കൃഷ്ണ, ആടിയ എണ്ണ മുഴുവനും പോയല്ലോ. എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണല്ലോ എന്ന് ഒത്തിരി സങ്കടപ്പെട്ടു കേട്ടോ. എന്താ ചെയ്യുക, ബാക്കിയുള്ളത് മറ്റൊരു കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെച്ചു. എനിക്ക് ഇടയ്ക്കൊക്കെ കാൽമുട്ട് വേദനയും കൈയുടെ മരവിപ്പൊക്കെ വരുമ്പോൾ ശകലം എടുത്ത് പുരട്ടുമ്പോൾ എനിക്ക് നല്ല ആശ്വാസം തോന്നാറുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ നായക്കുട്ടിക്ക് മാംസാഹാരമാണ് കൊടുക്കുന്നത്. അത് 3 ദിവസത്തേക്ക് ഒന്നിച്ച് വേവിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ദിവസവും ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അതിൽ നിന്ന് കുറച്ചെടുത്ത് ചൂടാക്കി ചോറും ഇട്ട് വയ്ക്കും. ഉച്ചയ്ക്ക് എൻ്റെ ഭർത്താവ് വന്നിട്ട് ഇതെടുത്ത് അവന് കൊടുക്കുകയാണ് പതിവ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൽ നിന്നും എടുത്ത് പുറത്തു വെച്ചെങ്കിലും ചൂടാക്കാൻ മറന്നുപോയി. ഇതറിയാതെ ഹസ്ബൻഡ് ഇതെടുത്ത് അവന് കഴിക്കാൻ കൊടുത്തുട്ടോ. ഹസ്ബൻഡ് തിരക്കിലാണ് ഓടി വന്ന് അവന് ഭക്ഷണം കൊടുത്തു പോകുന്നത്. ഞാൻ വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ നായ്ക്കുട്ടി ഛർദ്ദിക്കുകയും വയറുവേദന കൊണ്ട് പൊളയുന്നതുമാണ് ഞാൻ കണ്ടത്. ഞാൻ വേഗം അവന് ഇങ്ങനെയൊക്കെ വരുമ്പോൾ കൊടുക്കാറുള്ള പതിവ് മരുന്നെടുത്ത് അവന് കൊടുത്തു. എന്നാൽ ഈ മരുന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവൻ സാധാരണ പോലെ ഓടാനും കുളിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങി. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ സമാധാനിച്ചു. പക്ഷേ രാത്രി 12 മണിയൊക്കെ ആയപ്പോൾ അവൻ വീണ്ടും ഛർദ്ദിക്കുവാനും വേദന കൊണ്ട് പുളയുവാനും തുടങ്ങി. ഇത് കണ്ട് ഞങ്ങളെല്ലാവരും ആകെ വിഷമിച്ചു. രാത്രിയിൽ തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് കരുതി. പെട്ടെന്ന് എനിക്ക് തോന്നി, ഭഗവാന്റെ ആടി എണ്ണയിൽ കുറച്ചെടുത്ത് അവന് വയറിൽ പുരട്ടിയാലോ എന്ന്. എന്നാൽ ഭഗവാൻ അത് ഇഷ്ടപ്പെടുമോ എന്ന് നല്ല പേടിയുണ്ടായിരുന്നു. ഇതും ഒരു ജീവൻ തന്നെയല്ലേ, അതിനെ രക്ഷിക്കാൻ ഭഗവാന് അതൃപ്തിയൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിനെ ധൈര്യപ്പെടുത്തി ഞാൻ കുറച്ച് എണ്ണ എടുത്ത് അവൻ്റെ ദേഹത്തും വയറിലും ഒക്കെ പുരട്ടിക്കൊടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, അത്രയും നേരം വേദനയോടെ കരഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ നായക്കുട്ടി പെട്ടെന്ന് ശാന്തനാവുകയും അവൻ ഉറങ്ങാനുള്ള അവൻ്റെ സ്ഥലത്ത് പോയി കിടക്കുകയും സമാധാനത്തോടെ ഉറങ്ങുകയും ചെയ്തു. ഞങ്ങളെല്ലാവരും ഭഗവാനോട് നന്ദി പറഞ്ഞു. ഉറങ്ങാൻ പോയിട്ടോ. നേരം വെളുത്തപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും അവനുള്ള മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നു. അതവന് കൊടുക്കേണ്ടി വന്നില്ല കേട്ടോ. ഇത് ഒരു വിഷമഘട്ടത്തിൽ ഭഗവാൻ എനിക്ക് തന്ന നല്ലൊരു അനുഗ്രഹം അല്ലാതെ മറ്റെന്താണ്? ഒരു മിണ്ടാപ്രാണിയുടെ വേദന മാറ്റി ഒരു നിമിഷം കൊണ്ട് തന്നെ സുഖപ്പെടുത്തിയ ഭഗവാൻ എല്ലാ ജീവനെയും ഒരുപോലെ കാണുമെന്ന മനോഹരമായ ഒരു അനുഭവം എനിക്ക് തന്നു. ഭഗവാന്റെ അനുഗ്രഹം ഇനിയും എനിക്കും എൻ്റെ കുടുംബത്തിനും ഭഗവാന്റെ ഭക്തർക്കും ലഭിക്കണേ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. ശ്രീകാന്ത് സാർ, ക്ഷമിക്കണം, കുറേ നീണ്ടുപോയി. എന്താ പറയേണ്ടത്? ഞാൻ ആദ്യം ഇത് വായിച്ചപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു, എന്താണ്, മിണ്ടാപ്രാണിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഭഗവാനല്ലാതെ വേറെ ആരാണ്ടാവുക? ആരും ഉണ്ടാവില്ല. നമ്മളെ ഭഗവാൻ പറഞ്ഞയക്കുന്നതാണല്ലേ, ഈ കുഞ്ഞിൻ്റെ കാര്യം നോക്കി വരൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താ പറയേണ്ടത്? ഒന്നും പറയാനില്ല. അത്രയും ഗംഭീരമായിട്ടുള്ള അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം.